UDF ഗവൺമെൻറ് വന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. എല്ലാവരും എനിക്ക് നന്നായിട്ടൊക്കെ അറിയാവുന്നവരാണ്. ഒരു വലിയ ഫ്രണ്ട്ഷിപ്പ് ഒരിതുണ്ട് നമ്മുടെ ആൾക്കാർ. പക്ഷേ ഒരു ശൂന്യതാബോധം, ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ ഒരു ശൂന്യതാബോധം ഇപ്പോഴും അകന്നിട്ടില്ല. ഞാൻ ഓരോ ഭരണാധികാരിയിലും മുഖ്യമന്ത്രിയും എല്ലാം ഒരു ചെറിയ ഉമ്മൻചാണ്ടിമാരാകാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഇരിക്കുമ്പോൾ ശക്തൻ എനിക്ക് നന്നായിട്ടറിയാം. ശക്തനായിരുന്ന ഈ വലിയ KM മാണി സാറിൻ്റെ ശക്തനായിരുന്നു സ്പീക്കർ. ഇപ്പോഴും മുഖം ഓർത്തു പോകുന്നു. ഒരു ശക്തനൊരു സൗമ്യ മനസ്സിൻ്റെ സൗമ്യ മുഖമാണ്. അതുപോലെ ഫൈസൽ ഖാൻ അതാണ്. പിന്നെ ശിവകുമാർ ഒരു ഭയങ്കരമായിട്ട് ജീവകാരുണ്യ പ്രവർത്തനം നടത്തുകയും പിന്നെ ഫ്രീഡാസൈം പിന്നെ ഒരാളുണ്ടായിരുന്നല്ലോ ഹസ്ബൻഡ്. അപ്പം ഞാൻ നേരത്തെ ഇവിടെ ചില പരിപാടിക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഞാൻ എവിടെ നോക്കിയാലും ഒരു ഉമ്മൻചാണ്ടിയെ നോക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവർക്കും ഓരോ ചെറിയ ചെറിയ ഉമ്മൻചാണ്ടിമാരാകാം. ഒരു ഉമ്മൻചാണ്ടി ഫുള്ളൊന്നും 50% പോലും ആർക്കും പറ്റത്തില്ല. അതുപോലെ റെക്കോർഡിട്ടാ അദ്ദേഹം പോയിരിക്കുന്നത്. എന്ന് വെച്ചാൽ താഴ്മ, സൗമ്യത, ക്ഷമ, മനസ്സലിവ്, ഇതൊന്നും ആർക്കും അദ്ദേഹത്തെ യേശുക്രിസ്തു അല്ല വേറെ ആർക്കും ആകാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. അത് ചെറുപ്പത്തൊട്ടേ അങ്ങനെ ആയിരുന്നു. അമ്മ പറഞ്ഞിട്ടുണ്ട്, കൊച്ചായിരിക്കും പോലും ഉമ്മൻചാണ്ടി കരഞ്ഞിട്ടില്ല. 5 വയസ്സുള്ളപ്പോൾ 10 വയസ്സുള്ള ബുദ്ധിയാണെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് സംസാരിച്ച് ശക്തൻ്റെയൊക്കെ നേരത്തെ പോകണമെന്ന് ഇറങ്ങിയിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ കുറേ നേരം ഞാൻ വന്നത് തന്നെ താമസിച്ചു, നിങ്ങൾ ക്ഷമിക്കണം. എനിക്ക് ഈ 2-3 ദിവസങ്ങളൊക്കെ 18-ാം തീയതി പുതുപ്പള്ളി പോയി, ഇന്നലെ ഒരു പരിപാടിക്ക് പോയി, മെനഞ്ഞാന്ന് പോയി. അപ്പോൾ എനിക്ക് ടയേർഡാണ്. എന്നാലും ഞാൻ അതിജീവിതയാണ്. നിങ്ങൾക്ക് എന്നെ ഒരുപാട് മാനസിക ശാരീരിക പ്രശ്നങ്ങൾ, 2 ഹാർട്ട് ഫെയിലർ, കൂടിയ കാര്യം കൊണ്ട് മാത്രം പറയാം. 2 ഹാർട്ട് ഫെയിലർ, സ്ട്രോക്ക്, SLE സംശയിച്ചത്, പ്ലൂറസി കുത്തിയെടുക്കാതെ എൻ്റെ പ്ലൂറസി വെള്ളക്കെട്ട് മാറി. അതറിയോ? അങ്ങനെ ആർക്കും എനിക്ക് കേട്ടിട്ടോ. പക്ഷെ എനിക്ക് അങ്ങനെ സംഭവിച്ചു. ലങ്സിൽ വെള്ളം കെട്ടുന്ന പ്ലൂറസി എന്ന് പറയുന്നത്. പക്ഷേ 2 ആഴ്ച കൊണ്ട് 1 മാസം എനിക്ക് പൂർണ്ണമായിട്ടത് മാറിക്കിട്ടി. അപ്പം എനിക്ക് ദൈവത്തോടുള്ള കടപ്പാട് അതിഭയങ്കരമാണ്. കിട്ടിയതിനെ കുറച്ചെങ്കിലും തിരിച്ചു കൊടുക്കണം. കൂടുതൽ കിട്ടിയാൽ കൂടുതൽ കൊടുക്കേണ്ടി വരും. എന്നിട്ട് ഒന്നാമത്തെ ഒരു കൂടി കിട്ടിയെന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി എന്ന ആ മഹൽ വ്യക്തി എൻ്റെ ഭർത്താവായിട്ട് കിട്ടിയെന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു. ജീവാന്യ പ്രവർത്തനം, വീട്ടിൽ വരുന്നവരെയൊക്കെ സ്നേഹത്തോട്, താഴ്മയോട് അവരെന്താണ് ആവശ്യം, അവരുടെ എന്താണ് ആവശ്യം, ഒന്നിലൊരു ചിരിയെങ്കിലും കൊടുത്താൽ അവർക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് നടത്താൻ പറ്റിയെന്നിരിക്കത്തില്ല. പക്ഷെ അവരെ തണയ്ക്കുന്ന ഒരു സ്വഭാവം, ഒരു സിമ്പതി അല്ല, ഒരു എമ്പതി ഉണ്ടായി നമുക്ക് വളരെ നല്ലതാണ്.